കർഷകന്റെ വാക്ക് കൃഷിയുടെ കൂട്ട്. കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചീര കൃഷിക്കായിട്ടുള്ള ശാസ്ത്രീയ പ്രോട്ടോകോൾ എന്നതിനെ പറ്റിയാണ്. കേരളത്തിലെ ഇലവർഗ വിളകളിൽ പ്രധാനിയാണ് ചീര. ശക്തമായ മഴക്കാലം ഒഴിച്ചാൽ വർഷം മുഴുവനും വളർത്താൻ കഴിയുന്ന ഈ വിള ജീവകം A, C, K, ഇരുമ്പ് എന്നിവയുടെ ഒരു നല്ല സ്രോതസ് കൂടിയാണ്. ചീരയുടെ പരിചരണ മുറകൾ കർഷകർക്ക് എളുപ്പത്തിൽ അനുവർത്തിക്കാനാണ് ശാസ്ത്രീയ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കൃത്യമായ കൃഷിമുറകൾ വിശദീകരിക്കുന്നതുകൊണ്ട് ഇത് പാലിക്കുന്നത് വഴി കൃഷി ലാഭകരമാക്കാൻ സാധിക്കുന്നു. പറിച്ചു നടുന്നതിന് 30 ദിവസം മുന്നേ ഇനം തിരഞ്ഞെടുക്കുക. ചീര 2 തരത്തിലാണ് ഉള്ളത്: പച്ചച്ചീരയും ചുവന്ന ചീരയും. പച്ചച്ചീരയിലെ പ്രധാന ഇനങ്ങളാണ് CO1, CO2, CO3, മോഹിനി, രേണുശ്രീ. ചുവന്ന ചീരയിലെ പ്രധാന ഇനങ്ങളാണ് അരുൺ, കണ്ണാറ ലോക്കൽ, KU വൈഗ, കൃഷ്ണശ്രീ. നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഉചിതമായ ഇനം തിരഞ്ഞെടുക്കുക. ഒരു സെന്റിൽ 600 തൈകളാണ് വേണ്ടത്. ഇതിനായി ഏകദേശം 8 ഗ്രാം വിത്ത് വേണ്ടിവരും. പറിച്ചു നടുന്നതിന് 30 ദിവസം മുൻപ് വിത്തും വളവും ശേഖരിക്കുക. വിത്തിന് പുറമെ നമുക്ക് വേണ്ടത് കുമ്മായം, ജൈവവളം, സ്യൂഡോമോണസ്, വേപ്പെണ്ണ, സമ്പൂർണ്ണ, രാസവളങ്ങൾ എന്നിവയാണ്. ഇവ വിളയിറക്കുന്നതിന് മുന്നേ ശേഖരിച്ചു വെച്ചാൽ കൃഷിയിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. കൃഷിയിടത്തിലെ നിരീക്ഷണങ്ങളും ചിലവുകളും കുറിച്ചിടാൻ ഒരു നോട്ട് ബുക്ക് കരുതുക. ഇത് നിങ്ങളുടെ നിരീക്ഷണ പാഠവും ബിസിനസ് സംബന്ധമായ കഴിവുകളും വർദ്ധിപ്പിക്കും. പറിച്ചു നടുന്നതിന് 25 ദിവസം മുൻപ് വിത്ത് നഴ്സറിയിൽ മുളപ്പിക്കുക. ചീരവിത്തുകൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് നഴ്സറിയിൽ പാകി തൈകളാക്കിയ ശേഷം കൃഷിയിടത്തിൽ നടുക. തൈകൾക്ക് നല്ല കരുത്ത് കിട്ടുന്നതിനായി നഴ്സറിയിൽ കമ്പോസ്റ്റ് നന്നായി മണ്ണുമായി ചേർക്കുക. ചീരവിത്തുകൾ മണലുമായി ചേർത്ത് പാകുക. ഇത് വിത്തുകൾ തുല്യ അകലത്തിൽ വീഴാൻ സഹായിക്കും. വിത്തിട്ട ശേഷം മണ്ണ് കൊണ്ട് ചെറുതായി മൂടുക. ചെറിയ രീതിയിലുള്ള ജലസേചനം നൽകി മണ്ണിൽ ഈർപ്പം നിലനിർത്തുക. കനത്ത മഴയിൽ നിന്നും വെയിലിൽ നിന്നും തൈകളെ സംരക്ഷിക്കേണ്ടതാണ്. പറിച്ചു നടുന്നതിന് 7 ദിവസം മുമ്പ് നിലമൊരുക്കി കുമ്മായം വിതറുക. തുറസായ സ്ഥലമാണ് ചീര കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. നിലം നന്നായി ഉഴുതുമറിക്കുക. 30 മുതൽ 35 സെന്റിമീറ്റർ വീതിയിലും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴത്തിലും കിട്ടാവുന്ന നീളത്തിൽ ചാലുകൾ എടുക്കുക. വേനൽക്കാലത്ത് ചാല് കീറി നടുന്നത് ജലസേചനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കും. മഴക്കാലത്ത് ഉയർന്ന തവാരണകളിലാണ് തൈകൾ നടേണ്ടത്. അതുകൊണ്ട് 30 മുതൽ 35 സെന്റിമീറ്റർ വീതിയിലും 20 മുതൽ 25 സെന്റിമീറ്റർ ഉയരത്തിലും സൗകര്യപ്രദമായ നീളത്തിലും തവാരണ ഒരുക്കുക. ഇത് വെള്ളക്കെട്ടും അതിനോടനുബന്ധിച്ചുള്ള തൈ ചീയൽ ഒഴിവാക്കാനും സഹായിക്കും. ഒരു സെന്റിൽ 1 മുതൽ 3 കിലോഗ്രാം നിരക്കിൽ മണ്ണിൽ കുമ്മായം നന്നായി ചേർക്കുക. പറിച്ചു നടുന്നതിന് 3 ദിവസം മുമ്പ് ജൈവവളം ചേർക്കുക. സെന്റ് 1-ന് 200 കിലോഗ്രാം എന്ന നിരക്കിൽ ജൈവവളങ്ങളായ പശുവിൻ ചാണകം, ആട്ടിൻ കാഷ്ടം, കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ലഭ്യതയ്ക്കനുസരിച്ച് ചേർക്കുക. ജൈവവളങ്ങൾ ട്രൈക്കോഡർമ അല്ലെങ്കിൽ വാം ഉപയോഗിച്ച് സമ്പുഷ്ടമാക്കുന്നതിന് നല്ലതാണ്. ഇത് സസ്യരോഗങ്ങൾക്കെതിരെ നല്ല പ്രതിരോധം ഉറപ്പുവരുത്തുന്നു. പറിച്ചു നടുന്ന ദിവസം ഒരു സെന്റിൽ ഏകദേശം 600 തൈകൾ വേണം. ചീരത്തൈകൾ വളരെ മൃദുലമായവയാണ്. അതിനാൽ തൈ പറിച്ചുടനെ തന്നെ നടുക. വൈകുന്നേരങ്ങളിൽ നടുന്നതാണ് നല്ലത്. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലക്കി അതിലേക്ക് തൈകൾ മുക്കി വെക്കുക, അല്ലെങ്കിൽ മണ്ണിലേക്ക് നനച്ചു കൊടുക്കുക. ഇത് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ സഹായിക്കും. ഒരു കുഴിയിൽ ഒരു തൈ എന്ന രീതിയിൽ 20 സെന്റിമീറ്റർ അകലത്തിൽ നടുക. തൈകൾ പറിക്കുന്നതിന് മുൻപ് ജലസേചനം നൽകുന്നത് വേരുകൾ പൊട്ടാതിരിക്കാൻ സഹായിക്കും. തൈകൾ നടുമ്പോൾ മണ്ണിന്റെ ഈർപ്പം കൃത്യമാണെന്ന് ഉറപ്പാക്കുക. വേനൽക്കാലത്ത് 3 മുതൽ 4 ദിവസം വരെ തൈകൾക്ക് തണൽ ഉറപ്പാക്കണം. നട്ട് 5 ദിവസം കഴിഞ്ഞ് ജലസേചന രീതി തീരുമാനിക്കുക. ചീരയ്ക്ക് അതിന്റെ വേരുപടലത്തിന് ചുറ്റും നല്ല രീതിയിൽ ഈർപ്പം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് 1-2 ദിവസം ഇടവിട്ട് തൈകൾ നനയ്ക്കുന്നത് നല്ലതാണ്. ജലലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ ഡ്രിപ്പ് അല്ലെങ്കിൽ മൈക്രോ സ്പ്രിംഗ്ലർ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ചീരയ്ക്ക് മണിക്കൂറിൽ 4 ലിറ്റർ ഡിസ്ചാർജ് എന്ന നിരക്കിൽ ദിവസേന 15 മിനിറ്റ് തുള്ളി നന ശുപാർശ ചെയ്യുന്നു. ചെടികളുടെ നിലനിൽപ്പിനും ശരിയായ വളർച്ചയ്ക്കും മഴക്കാലത്ത് കൃത്യമായ നീർവാർച്ച ഉറപ്പുവരുത്തേണ്ടതാണ്. നട്ട് 8 ദിവസം കഴിഞ്ഞ് വളരാത്ത ചെടികൾ മാറ്റി നടുക.
ആദ്യത്തെ ഘട്ടത്തിൽ വളർച്ച എത്താത്ത ചില ചെടികൾ ഉണ്ടാകും. അതിനു പകരം പുതിയ തൈകൾ മാറ്റി നടുക. കൃഷിയിടത്തിൽ നശിച്ചുപോയ തൈകൾക്ക് പകരം പുതിയ തൈകൾ നട്ട് കൊടുക്കേണ്ടതാണ്. കൃഷിയിൽ നിന്ന് ലാഭം ലഭിക്കുന്നതിന് ഈ പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ്. നട്ട് 10 ദിവസം കഴിഞ്ഞ് ജൈവ പോഷക ലായനി പ്രയോഗിക്കുക. തൈകൾ കൂടുതൽ വളരാൻ തുടങ്ങുന്നതോടുകൂടെ കൂടുതൽ അളവിൽ പോഷകങ്ങൾ ആവശ്യമാണ്. ജീവാമൃതം അല്ലെങ്കിൽ പുളിപ്പിച്ച പിണ്ണാക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മണ്ണിന്റെ ഫലഭൂഷ്ഠതയും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ പഞ്ചഗവ്യം അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് ഇലകളിൽ തളിക്കുന്നത് ഇലകളുടെ വളർച്ചയെ സഹായിക്കുന്നു. നട്ട് 12 ദിവസം കഴിഞ്ഞ് ആദ്യഘട്ട വളപ്രയോഗം നടത്തുക. തൈകൾ നല്ല രീതിയിൽ വളർന്നു തുടങ്ങിയാൽ ആദ്യഘട്ട വളപ്രയോഗം നടത്താം. യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് യഥാക്രമം 430, 1110, 310 ഗ്രാം ഒരു സെന്റിൽ ചേർക്കുക. ചെടിയുടെ അടിഭാഗത്ത് നിന്നും 10 സെന്റിമീറ്റർ അകലം പാലിച്ച് ചുവട്ടിൽ വളമിട്ട ശേഷം മണ്ണിട്ട് മൂടുകയും ചെറുതായി നനയ്ക്കുകയും ചെയ്യുക. നട്ട് 15 ദിവസം കഴിഞ്ഞ് സ്യൂഡോമോണസ് തളിക്കുക. ചെടികൾ വളരുന്നതോടെ വെള്ളത്തുരുമ്പ്, ഇലക്കരിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇലയുടെ അടിയിൽ കാണുന്ന വെളുത്ത പുള്ളികളാണ് വെള്ളത്തുരുമ്പിന്റെ ആദ്യ ലക്ഷണം. തുടർന്ന് ഇലയുടെ അടിയിൽ ക്രീം നിറത്തിൽ ഉയർന്നു നിൽക്കുന്ന പുള്ളികൾ കാണാൻ കഴിയും. ഗുരുതരമായ രോഗം ബാധിക്കുമ്പോൾ ഇല വാടി കൊഴിയുന്നു. ചെടികളുടെ ഇലകളിൽ വെളുത്തതോ വൈക്കോൽ നിറത്തിലുള്ള പാടുകൾ കാണുന്നതാണ് ഇലകരിച്ചിൽ രോഗത്തിന്റെ ആദ്യ ലക്ഷണം. പിന്നീട് ഈ പാടുകൾ വലുതായി ക്രമഹരിതമായി കറുത്ത പുള്ളികൾ രൂപപ്പെടുന്നു. പാടുകൾ കൂടിച്ചേർന്ന് ഇല മുഴുവൻ പൊള്ളിയതുപോലെ ആയിത്തീരുന്നു. ഇലകളിൽ വട്ടത്തിലുള്ള ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ഇതുമൂലം ചീരയ്ക്ക് വാണിജ്യമൂല്യം നഷ്ടമാകുന്നു. ഈ രോഗങ്ങൾക്കെതിരെ മുൻകരുതലായി 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലക്കി അതിന്റെ തെളിയെടുത്ത് തളിക്കുക. ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുത്താൽ മണ്ണിലുള്ള രോഗകാരികളെ നിയന്ത്രിക്കാനാകും. നട്ട് 18 ദിവസം കഴിഞ്ഞ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക. ഈ ഘട്ടത്തിൽ ചീരയെ ആക്രമിക്കുന്ന കീടങ്ങൾ ഇലതീനിപ്പുഴു, കൂടുകെട്ടിപ്പുഴു എന്നിവയാണ്. ഇലകളുടെ അടിഭാഗത്ത് ചെറിയ പുഴുക്കളുടെ സാന്നിധ്യം പരിശോധിക്കുക. പട്ടുനൂലും മടക്കിയ ഇലകളുമാണ് ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ. പുഴുക്കളുടെ വിസർജ്യങ്ങളും കാണാവുന്നതാണ്. മുൻകരുതലായി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് തളിക്കേണ്ടത്. ആക്രമണം രൂക്ഷമായ സാഹചര്യങ്ങളിൽ മറ്റ് കീടനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. നട്ട് 23 ദിവസം കഴിഞ്ഞ് സൂക്ഷ്മമൂലക മിശ്രിതം തളിക്കുക. വിളവ് വർദ്ധിക്കാനും ഇലകളുടെ ഗുണമേന്മ വർദ്ധിക്കാനും സൂക്ഷ്മമൂലകങ്ങളുടെ പ്രയോഗം ആവശ്യമാണ്. സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം ഇലകളുടെ ആകൃതിയെയും ചെടികളുടെ വളർച്ചയെയും ബാധിക്കും. സൂക്ഷ്മമൂലകങ്ങളും അഭാവം നികത്താനും ഏകീകൃതമായ രീതിയിലുള്ള ചെടികളുടെ വളർച്ചയ്ക്കും സമ്പൂർണ്ണ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളിൽ തളിച്ചു കൊടുക്കേണ്ടതാണ്. നട്ട് 30 ദിവസം കഴിഞ്ഞ് ആദ്യ വിളവെടുപ്പ് നടത്തുക. തറനിരപ്പിൽ നിന്ന് 20 സെന്റിമീറ്റർ ഉയരത്തിൽ ചീരത്തണ്ട് മുറിച്ച് വിളവെടുപ്പ് നടത്താം. ചെടി വേരോടെ പിഴുതെടുത്ത് വേരുകൾ നീക്കം ചെയ്തും വിളവെടുക്കാം. അതിനുശേഷം 2ാം ഘട്ട വളപ്രയോഗം നടത്തുക. 1 സെന്റിൽ 220 ഗ്രാം യൂറിയ എന്ന നിരക്കിൽ വളപ്രയോഗം നടത്തുക. വളപ്രയോഗം നടത്തി മണ്ണിട്ട് മൂടുകയും ചെറുതായി നനയ്ക്കുകയും ചെയ്യുക. പുതിയ ഇലകൾ വരുന്ന മുറയ്ക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം യൂറിയ എന്ന നിരക്കിൽ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നട്ട് 40 ദിവസം കഴിഞ്ഞ് സ്യൂഡോമോണസ് തളിക്കുക. ഈ സമയത്ത് വെള്ളത്തുരുമ്പ്, ഇലകരിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ രോഗങ്ങൾക്കെതിരെ മുൻകരുതലായി 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലക്കി അതിന്റെ തെളിയെടുത്ത് തളിക്കുക. ഇതേ ലായനി ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുത്താൽ മണ്ണിലുള്ള രോഗകാരികളെ നിയന്ത്രിക്കാനാകും. നട്ട് 45 ദിവസം കഴിഞ്ഞ് സൂക്ഷ്മമൂലക മിശ്രിതം തളിക്കുക. സൂക്ഷ്മമൂലക വളങ്ങളുടെ 2ാമത്തെ ഡോസ് കൊടുക്കുക. സമ്പൂർണ്ണ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളിൽ തളിച്ച് കൊടുക്കേണ്ടതാണ്. ഇത് സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം പരിഹരിക്കാൻ സഹായിക്കും. നട്ട് 50 ദിവസം കഴിഞ്ഞ് 2ാം വിളവെടുപ്പ് നടത്തുക. തറനിരപ്പിൽ നിന്ന് 20 സെന്റിമീറ്റർ ഉയരത്തിൽ ചീരത്തണ്ട് മുറിച്ച് വിളവെടുപ്പ് നടത്താം. അതിനുശേഷം 3ാം ഘട്ട വളപ്രയോഗം നടത്തുക. വളപ്രയോഗത്തിന്റെ 3ാം ഘട്ടത്തിൽ 1 സെന്റിൽ 220 ഗ്രാം യൂറിയ എന്ന നിരക്കിൽ മണ്ണിൽ ചേർക്കുക. വളപ്രയോഗത്തിന് ശേഷം നനയ്ക്കുക. വളപ്രയോഗത്തിന് പുറമെ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം യൂറിയ എന്ന നിരക്കിൽ ഇലകളിൽ തളിച്ചു കൊടുക്കുക. ഇത് വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നട്ട് 55 ദിവസം കഴിഞ്ഞ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക. ഈ ഘട്ടത്തിൽ ചീരയെ ആക്രമിക്കുന്ന കീടങ്ങൾ ഇലതീനിപ്പുഴു,
കൂടുകെട്ടിപ്പുഴു എന്നിവയാണ്. ഇലകളുടെ അടിഭാഗത്ത് ചെറിയ പുഴുക്കളുടെ സാന്നിധ്യം പരിശോധിക്കുക. മുൻകരുതലായി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് തളിക്കേണ്ടത്. നട്ട് 70 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ വിളവെടുപ്പ് നടത്തുക. തറനിരപ്പിൽ നിന്നും 20 സെന്റിമീറ്റർ ഉയരത്തിൽ ചീരത്തണ്ട് മുറിച്ച് വിളവെടുക്കുക. നട്ട് 75 ദിവസം കഴിഞ്ഞ് വിളവും വരുമാനവും കണക്കാക്കുക. കൃഷിയിടത്തിൽ നിന്നുള്ള ആകെ വിളവും ഒരു ചെടിയിൽ നിന്നുള്ള ശരാശരി വിളവും കണക്കാക്കുക. ഒരു ചെടിയിൽ നിന്നുള്ള ആകെ വിളവ് 1 കിലോഗ്രാമിൽ കുറവാണെങ്കിൽ നിങ്ങളുടെ കൃഷി കൂടുതൽ ശാസ്ത്രീയമാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കൃഷി ചിലവ് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി മാത്രമേ ആകാൻ പാടുള്ളൂ. ഇങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ കൃഷി രീതി മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മഴയ്ക്ക് മുൻപേ മണ്ണിനെ എങ്ങനെ ഒരുക്കാം എന്ന വിഷയത്തെപ്പറ്റി പരിചയപ്പെടാം. മാർച്ച് മുതൽ മെയ് വരെ നീളുന്ന വേനൽക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനം കനത്ത വേനൽ ചൂടിൽ വെന്തുരുകാൻ തുടങ്ങിയിരിക്കുന്നു. എൽനിനോ പ്രതിഭാസം മൂലം സംസ്ഥാനത്തെ താപനില ക്രമാതീതമായി ഉയരുന്നതോടൊപ്പം ജലസ്രോതസ്സുകളുടെ ജലനിരപ്പും താഴ്ന്നുകൊണ്ടിരിക്കുന്നു. പല ജില്ലകളിലും വരൾച്ചാ മുന്നറിയിപ്പുകൾ എത്തിത്തുടങ്ങി. കൃത്യമായ ഋതുഭേദങ്ങൾ മുഖമുദ്രയായിരുന്ന നമ്മുടെ സംസ്ഥാനം വിവേചനമില്ലാതെ പ്രകൃതി ചൂഷണം മൂലം ഇന്ന് കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള കാലം തെറ്റിയ മഴ, വരൾച്ച, പ്രളയം എന്നീ വിപത്തുകൾക്ക് വേദിയായിരിക്കുന്നു. മുൻകാലങ്ങളിൽ കേട്ടുകേൾവി മാത്രമായിരുന്ന മേഘവിസ്ഫോടനം, ചുഴലിക്കാറ്റുകൾ, സൂര്യാഘാതം എന്നീ പ്രതിഭാസങ്ങൾ ഇന്ന് നമുക്ക് സുപരിചിതമാണ്. ബംഗാൾ ഉൾക്കടലിനെ അപേക്ഷിച്ച് പൊതുവെ ശാന്തമായിരുന്ന അറബിക്കടലും ഇപ്പോൾ ചുഴലിക്കാറ്റുകളുടെ പ്രഭവ കേന്ദ്രം ആയിരിക്കുന്നു. വർഷത്തിൽ ശരാശരി 3000 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന 44 നദികളും ഒട്ടനവധി തണ്ണീർത്തടങ്ങളും കിണറുകളും കുളങ്ങളും ഉള്ള നമ്മുടെ സംസ്ഥാനത്ത് മൺസൂൺ പിൻവാങ്ങുമ്പോൾ തന്നെ വരൾച്ചയുടെയും ജലക്ഷാമത്തിന്റെയും പിടിയിലമരുകയാണ്. കാലാവസ്ഥ വ്യതിയാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മഴയുടെ ഘടനയിലും വിതരണത്തിലും കാര്യമായ മാറ്റം ഉണ്ടാക്കിയെങ്കിലും ശരാശരി വാർഷിക വർഷാനുപാതത്തിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടില്ല. മഹാപ്രളയമുണ്ടായ 2018-ലും 2019-ലും യഥാക്രമം 2515.73 മില്ലിമീറ്റർ 2309 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ച തോത്. 44 നദികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ മഹാനദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നദികൾ തീരെ ചെറുതാണ്. മൺസൂൺ കാലത്ത് മാത്രമാണ് ഇവയിൽ പലതും ജലസമ്പന്നമാകുന്നത്. മഹാനദികളായ ഗംഗ, യമുന, ഗോദാവരി എന്നിവയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നദികളിൽ പലതും നീർച്ചാലകളുടെ ഗണത്തിൽ മാത്രം ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിയും ചരിവും മൂലം പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴയുടെ ഭൂരിഭാഗം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറേബ്യൻ കടലിൽ എത്തുകയാണ് ചെയ്യുന്നത്. നദികളുടെ നീർത്തടങ്ങളിലെ പ്രധാന ജലസംഭരണികളായിരുന്ന നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ ഏറെക്കുറെ നികത്തപ്പെട്ടതും മണ്ണിടിച്ചൽ, മണ്ണെടുക്കൽ, അനധികൃത കയ്യേറ്റങ്ങൾ, മണലൂറ്റ്, കൈവഴികൾ, നികത്തൽ തുടങ്ങി നിരവധി നമ്മുടെ നദികൾ പലതും മരണാസന്നമാണ്. ഈ വസ്തുതകൾ പരിഗണിക്കുമ്പോൾ ജലസമൃദ്ധം എന്ന് നാം അഭിമാനിക്കുന്ന നമ്മുടെ സംസ്ഥാനം രൂക്ഷമായ ജലക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ്. ആയതിനാൽ തന്നെ സമഗ്രമായ ഒരു ജല മാനേജ്മെന്റ് പോളിസി നമുക്ക് ആവശ്യമാണ്. കേരളത്തിന്റെ പ്രതിവർഷം ലഭിക്കുന്ന മഴയുടെ തോതെടുത്താൽ ഏകദേശം 120 മുതൽ 130 വരെ കിലോമീറ്റർ ജലമാണ് ലഭിക്കുന്നത്. ഭൂമിയുടെ ചരിവും സ്വഭാവവും അനുസരിച്ച് വിവിധ മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിച്ചാൽ ലഭിക്കുന്ന മഴവെള്ളത്തിന്റെ പരമാവധി വീഴുന്നിടത്ത് തന്നെ സംരക്ഷിക്കാവുന്നതാണ്. മണ്ണിൽ ജലം സംരക്ഷിക്കുന്നതിന് ചില അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനം സസ്യാവരണം തന്നെയാണ്. ഇത് മണ്ണിലെ ജൈവാംശം നിലനിർത്തുന്നതിനോടൊപ്പം ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം കുറച്ച് മണ്ണിൽ വെള്ളം കിനിഞ്ഞിറങ്ങാനും സംഭരിക്കപ്പെടാനും സഹായിക്കുന്നു. ഇത്തരം സ്വാഭാവിക ഭൂജല പരിപോഷണ മാർഗങ്ങൾ ഇല്ലാത്തിടത്ത് കൃത്രിമ മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കാം. നമുക്ക് ലഭിക്കുന്ന മഴവെള്ളത്തിന്റെ ഭൂരിഭാഗവും ഒഴുകി കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒഴുക്കിന്റെ വേഗത കുറച്ച് ഉപരിതലത്തിൽ കൂടി ഒഴുകി നഷ്ടമാകുന്ന ജലത്തിനെ മണ്ണിലേക്ക് ഇറക്കാൻ സാധിച്ചാൽ ഭൂഗർഭ ജലത്തിന്റെ റീചാർജ് വർദ്ധിപ്പിച്ച് ജലത്തെ മണ്ണിൽ സംരക്ഷിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓടുന്ന വെള്ളത്തെ നടത്തണം, നടക്കുന്ന വെള്ളത്തെ കിടത്തണം. കൃഷിഭൂമിയിലെ വിവിധ സംരക്ഷണ കൃഷിമുറകൾ മുഖേന ഇത് സാധ്യമാണ്. ശാസ്ത്രീയമായ കൃഷിമുറകൾ പിന്തുടരുന്നത്
മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ത്തി ഭൂജലനിരപ്പ് ഉയർത്തുന്നതിന് സഹായിക്കുന്നു. ഇതിനായി വിവിധ ശാസ്ത്രീയ കൃഷിമുറകൾ പരിഗണിക്കാവുന്നതാണ്. അതിൽ ആദ്യമായി ഉള്ളതാണ് കോണ്ടൂർ കൃഷിരീതി. ഭൂമിയുടെ ചരിവിന് കുറുകെ സമോജ രേഖയ്ക്ക് അഥവാ കോണ്ടൂർ സമാന്തരമായി കൃഷി ചെയ്യുന്ന ഈ കൃഷിരീതി മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നതിനും മണ്ണൊലിപ്പ് കുറച്ച് ഭൂമിയെ കൂടുതൽ കൃഷിയോഗ്യമാക്കുന്നതിനും സഹായിക്കുന്നു. രണ്ടാമതാണ് ബഹുതല കൃഷി. ഏകവിള സമ്പ്രദായത്തിന് പകരം വിവിധ ഉയരങ്ങളിലുള്ള സസ്യങ്ങൾ നിശ്ചിത രീതിയിൽ കൃഷി ചെയ്യുന്ന രീതിയാണിത്. സസ്യങ്ങളുടെ ഇലപടർപ്പുകൾ വിവിധ തട്ടുകളായി വളരുന്നതിനാലും വേരുകൾ വ്യത്യസ്ത അടരുകളിൽ നിന്നും പോഷകങ്ങൾ എടുക്കുന്നതിനാലും സൂര്യപ്രകാശം, വെള്ളം, പോഷകങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള മത്സരം പൊതുവെ കുറവായിരിക്കും. മഴവെള്ളം സാവധാനം മണ്ണിൽ പതിക്കുന്നതിനാൽ മണ്ണൊലിപ്പ് കുറവായിരിക്കുന്നതിനോടൊപ്പം വെള്ളം മണ്ണിൽ താഴ്ന്നിറങ്ങാനുള്ള സാവകാശം ലഭിക്കുകയും ചെയ്യും. തെങ്ങ്, കൊക്കോ, ഫലവൃക്ഷങ്ങൾ, വാഴ, ഇഞ്ചി, പച്ചക്കറികൾ എന്നിവ ഈ രീതിയിൽ കൃഷി ചെയ്യാം. മൂന്നാമതാണ് ഇടവരി കൃഷി. ചരിവ് കുറഞ്ഞ പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പിനെ ത്വരിതപ്പെടുത്തുന്ന വിളകളും പ്രതിരോധിക്കുന്ന വിളകളും ഒന്നിടവിട്ട് കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണിത്. രാമച്ചം, പയർ വർഗ്ഗങ്ങളിൽപ്പെട്ട വിളകൾ എന്നിവ മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുന്ന വിളകളാണ്. പയറുവർഗത്തിൽപ്പെട്ട വിളകൾ മണ്ണൊലിപ്പിനെ തടയുന്നതിനോടൊപ്പം മണ്ണിന്റെ ഫലഭൂഷ്ഠിത വർദ്ധിപ്പിക്കുന്നു. നാലാമതാണ് മിശ്രിത കൃഷി. ഏകവിളയ്ക്ക് പകരം പുരയിടങ്ങളിൽ ആഴത്തിൽ വേരൂന്നുന്ന വിളകൾക്കൊപ്പം ഉപരിതലത്തിൽ മാത്രം വേരുകൾ വ്യാപിക്കുന്ന വിളകളും കൃഷി ചെയ്യാം. മണ്ണൊലിപ്പ് തടയുന്നതിനൊപ്പം ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും ഈ കൃഷി സമ്പ്രദായം സഹായിക്കുന്നു. മരച്ചീനി, നിലക്കടല അല്ലെങ്കിൽ മരച്ചീനി, പയർ എന്നിവ മിശ്രിത വിളകളായി കൃഷി ചെയ്യാം. അഞ്ചാമതാണ് ഇടവിള കൃഷി. തെങ്ങിൻ തോപ്പുകളിലും മറ്റ് ആകെയുള്ള വിസ്തൃതിയുടെ 35% സ്ഥലം മാത്രമാണ് പ്രധാന വിള ഉപയോഗപ്പെടുത്തുന്നത്. പ്രധാന വിളകൾക്കിടയിൽ വരുന്ന സ്ഥലം സൂര്യപ്രകാശം, മണ്ണിലെ ഈർപ്പം, പോഷകങ്ങൾ എന്നിവ ഉപയോഗിച്ച് മറ്റു വിളകൾ ഇടവിളയായി കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിൽ കൂടുതൽ ആവരണം സൃഷ്ടിക്കുകയും മഴവെള്ളം കുത്തനെ പതിച്ച് മണ്ണൊലിപ്പുണ്ടാകാതെ തടയുകയും ചെയ്യുന്നു. ആറാമതാണ് പുതയിടൽ. പുരയിടങ്ങളിൽ ലഭ്യമായ ചപ്പുചവറുകൾ, പച്ചില വളച്ചെടികൾ, വിളകളുടെ അവശിഷ്ടങ്ങൾ എന്നിവയിട്ട് മണ്ണിന് മുകളെ ആവരണം സൃഷ്ടിക്കുന്നതാണ് പുതയിടൽ. മണ്ണൊലിപ്പ് തടയുന്നതിനോടൊപ്പം ബാഷ്പീകരണം കുറച്ച് ഒരു സ്പോഞ്ച് പോലെ മഴവെള്ളം ആഗിരണം ചെയ്യാനും മണ്ണിലെ ജലാംശം, സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം എന്നിവ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. പുതയിടൽ മൂലം മണ്ണിന്റെ ഘടന, ഫലഭൂഷ്ഠിത തുടങ്ങിയവ മെച്ചപ്പെടുന്നു. ഏഴാമതാണ് വിള പരിവർത്തനം. ഒരേ സ്ഥലത്ത് വിളവെടുപ്പിന് ശേഷം ഓരോ തവണയും വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഇത് മണ്ണിന്റെ നീർവാർച്ച, ജലാകിരണ ശേഷി എന്നിവ കൂട്ടുന്നതിനോടൊപ്പം കീടരോധ ബാധകൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. മണ്ണൊലിപ്പ് ത്വരിതപ്പെടുത്തുന്ന മരച്ചീനി പോലെയുള്ള വിളകൾക്ക് ശേഷം മണ്ണൊലിപ്പ് പ്രതിരോധിക്കുന്ന പയർ അഥവാ പുൽകൃഷി എന്നിവ ചെയ്യാം. എട്ടാമതാണ് ആവരണ വിളകൾ. മഴത്തുള്ളികൾ മണ്ണിൽ ശക്തിയായി പതിച്ച് മണ്ണൊലിപ്പുണ്ടാകാതെ തടയാൻ ആവരണ വിളകൾ സഹായിക്കുന്നു. പൊതുവെ പയർ വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ആവരണ വിളകളായി കൃഷി ചെയ്യുന്നത്. മണ്ണിലെ നൈട്രജൻ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. റബ്ബർ തോട്ടങ്ങളിൽ തോട്ടപ്പയർ ആവരണ വിളയായി വളർത്തുന്നത് മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുന്നു. ഒൻപതാമത്തതാണ് ജൈവവേലികൾ. ചരിവിന് കുറുകെ ശീമക്കൊന്ന, സുബാബുൾ, മുരിങ്ങ എന്നിവ നിരനിരയായി വച്ചുപിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയുന്നതിനോടൊപ്പം പച്ചില വളങ്ങൾ, കാലിത്തീറ്റ എന്നിവയുടെ ലഭ്യതയും കൂട്ടുന്നു. പത്താമതാണ് തരിശി നിടൽ. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചരിവിനെതിരെ ഇടവിട്ട് കുറച്ച് സ്ഥലം കൃഷി ചെയ്യാതെ ഇടുന്ന രീതിയാണിത്. തരിശിടുന്ന ഭാഗങ്ങളിൽ പുല്ലും മറ്റും വളരുകയും കൃഷിയിടങ്ങളിൽ നിന്നും ഒലിച്ചു വരുന്ന മണ്ണും വെള്ളവും ഇവിടെ തടസ്സപ്പെടുകയും ചെയ്യുന്നു. 11ാമതാണ് ഉഴവില്ല കൃഷി. വിളവെടുപ്പിന് ശേഷം മണ്ണിളക്കാതെ സസ്യാവശിഷ്ടങ്ങൾ നിലനിർത്തി വിത്തിടുന്ന രീതിയാണിത്. മണ്ണിലെ ജലാംശം നിലനിർത്താനും മണ്ണൊലിപ്പ് തടയാനും ഇത് സഹായിക്കുന്നു. അടുത്തതായി നമുക്ക് കുറച്ച് മണ്ണ് ജലസംരക്ഷണ നിർമ്മിതികളെക്കുറിച്ച് പരിചയപ്പെടാം. 2% ചരിവുള്ള പ്രദേശങ്ങളിൽ കൃഷിരീതി കൊണ്ട് മാത്രം മണ്ണൊലിപ്പ് തടയാൻ സാധിക്കുകയില്ല. ഇത്തരം പ്രദേശങ്ങളിൽ മണ്ണിന്റെ സ്വഭാവം, ചരിവ്, ലഭിക്കുന്ന മഴ, ഇവയുടെ അളവ് എന്നിവയ്ക്കനുസരിച്ച് വിവിധ തരം മണ്ണ് ജലസംരക്ഷണ നിർമ്മിതികൾ സ്വീകരിക്കേണ്ടതായി വരുന്നു. കയ്യാലകൾ അഥവാ മൺബണ്ടുകൾ. മിതമായ ചരിവുള്ള പ്രദേശങ്ങളിൽ സമോച്ച രേഖയുടെയോ അല്ലാതെയോ ചരിവിന് കുറുകെ മൺബണ്ടുകൾ നിർമ്മിക്കുന്നത് മണ്ണൊലിപ്പിനെ തടയാനും മഴവെള്ളം ഭൂമിയിലേക്ക് ഊർന്നിറങ്ങാനും സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കല്ല്, കയ്യാലകൾ താരതമ്യേന ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ സ്വീകരിക്കാവുന്ന ഒരു മണ്ണ് സംരക്ഷണ മാർഗമാണിത്. സമോച്ച രേഖയിലൂടെ കല്ലൊടുക്കി മണ്ണിട്ട് ബലപ്പെടുത്തിയാണ് കല്ല്
കയ്യാലകൾ നിർമ്മിക്കുന്നത്. തീറ്റപ്പുല്ലോ പൈനാപ്പിളോ ബണ്ടുകൾക്ക് മുകളിൽ കൃഷി ചെയ്യുന്നത് ബണ്ടിന് കൂടുതൽ ഈട് നൽകുന്നതിനോടൊപ്പം കർഷകർക്ക് അധിക വരുമാനവും നൽകുന്നു. തട്ടുതിരിക്കൽ ചെലവ് കൂടിയ നിർമ്മാണ പ്രക്രിയയായ ഇത് ചരിവ് കൂടിയ ഭൂമിയെ പല തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓരോ തട്ടിലും പതിക്കുന്ന മഴവെള്ളം അതിൽ തന്നെ ശേഖരിക്കുകയും മണ്ണിലേക്ക് ഊർന്നിറങ്ങുകയും ചെയ്യുന്നു. സ്ഥലത്തിൻ്റെ ചരിവ്, മണ്ണിൻ്റെ സ്വഭാവം, മഴയുടെ തീവ്രത എന്നിവയ്ക്കനുസരിച്ചാണ് വേദികയുടെ വീതി എന്നിവ നിർണ്ണയിക്കുന്നത്. കോണ്ടൂർ ട്രെഞ്ചുകൾ 15% താഴെ ചരിവുള്ള പ്രദേശങ്ങളിൽ സ്വീകരിക്കാവുന്ന താരതമ്യേന ചിലവ് കുറഞ്ഞ രീതിയാണിത്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ കോണ്ടൂർ ട്രെഞ്ചുകൾ ഒഴിവാക്കേണ്ടതാണ്. സമോചരേഖയിലൂടെ ചരിവിന് കുറുകെ 50 സെൻറ്റിമീറ്റർ താഴ്ചയിൽ മുകളിൽ 1 മീറ്റർ കിട്ടത്തക്ക വിധം ചാലുകൾ കീറി ആ മണ്ണ് ചാലിന് താഴെ ബണ്ട് പിടിപ്പിച്ച് വേണം ഇത് നിർമ്മിക്കാൻ. മഴക്കുഴികൾ 20% താഴെ ചരിവുള്ള പ്രദേശങ്ങളിൽ ചരിവിന് കുറുകെ ഇടവിട്ടാണ് കുഴികൾ എടുക്കേണ്ടത്. ഇവയിൽ ജലം നിറഞ്ഞ് സാവധാനം മണ്ണിലേക്ക് ഇറങ്ങുന്നു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ മഴക്കുഴികൾ ഒഴിവാക്കേണ്ടതാണ്. വൃക്ഷത്തടങ്ങൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അനുയോജ്യമായ വലിപ്പത്തിൽ തടങ്ങൾ കോരുന്നത് മഴവെള്ളം സംഭരിച്ച് മണ്ണിലേക്ക് ഇറങ്ങുന്നത് സഹായിക്കുന്നു. സസ്യപ്രബലനങ്ങളോട് കൂടിയ മൺതിടലുകൾ ചെറിയ ചരിവിന് കുറുകെ കോണ്ടൂർ രേഖയിൽ മൺതിടലുകൾ ഉണ്ടാക്കി അവയ്ക്കു മുകളിൽ രാമച്ചമോ തീറ്റപ്പുല്ലോ നട്ട് ബലപ്പെടുത്താവുന്നതാണ്. പുൽവരമ്പുകൾ ചെറിയ ചരിവിന് കുറുകെ കോണ്ടൂർ രേഖയിൽ രാമച്ചമോ തീറ്റപ്പുല്ലോ കൊണ്ട് തിരണകൾ ഉണ്ടാക്കുന്ന രീതിയാണിത്. ചെറുകുളങ്ങൾ മഴക്കാലത്തിന് മുൻപ് വെള്ളം ഒഴുകുന്ന മാർഗങ്ങളിൽ ചെറിയ കുളങ്ങൾ ഉണ്ടാക്കുന്നത് വെള്ളവും ഒലിച്ചു പോകുന്ന മണ്ണും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. നമുക്ക് കുറച്ച് നീർച്ചാൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. പുരയിടത്തിലെ സംരക്ഷണ പ്രവർത്തികൾ പോലെ തന്നെ പ്രധാനമാണ് നീർച്ചാലുകളുടെ സംരക്ഷണവും. ഇത് നീരൊഴുക്കത്തിൻ്റെ വേഗത കുറച്ച് മണ്ണിടിച്ചിൽ കുറയ്ക്കാനും അതുവഴി പാർശ്വങ്ങളുടെ ശോഷണം തടയാനും സഹായിക്കും. തടയണകൾ അഥവാ ചെക്ക് ഡാമുകൾ നീരൊഴുക്കിനെതിരെ തുടർച്ചയായ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ജലപ്രവാഹത്തിൻ്റെ ശക്തി കുറച്ച് ഒഴുകിപ്പോകുന്ന വെള്ളവും മണ്ണും തടഞ്ഞു നിർത്തി ഭൂഗർഭജലത്തിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുക എന്നതാണ് തടയണങ്ങളുടെ നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ ചരിവ്, ഉപയോഗം, ലഭിക്കുന്ന മഴയുടെ തോത്, തോടിൻ്റെ വീതി, നീരൊഴുക്ക് തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാണ് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നത്. അതാത് സ്ഥലത്ത് ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധതരം തടയണകൾ നിർമ്മിക്കാം. നീർച്ചാലുകളുടെ ആരംഭ ഭാഗങ്ങളിൽ പുൽവർഗ്ഗങ്ങൾ, പച്ചില വളങ്ങൾക്കുള്ള ചെറിയ സസ്യങ്ങൾ എന്നിവ കൊണ്ട് ജൈവ തടയണകൾ നിർമ്മിക്കാം. കുറച്ചുകൂടെ ഒഴുക്കുള്ളിടത്ത് ചാലിനു പുറകെ നിരനിരകളായി തളിർക്കുന്ന മരക്കുറ്റികൾ നടുകയും അവയ്ക്കിടയിൽ ചുള്ളിക്കമ്പുകൾ, മരച്ചില്ലകൾ എന്നിവ നിറച്ചു കെട്ടി ബ്രഷ് വുഡ് തടയണകൾ നിർമ്മിക്കാം. മരച്ചില്ലകൾ തളർക്കുന്നത് തടയണയുടെ ഈട് വർദ്ധിപ്പിക്കുന്നു. നീരൊഴുക്കിന് കുറുകെ പാഴ്ത്തടികൾ, മരത്തടികൾ കെട്ടി ഉറപ്പിച്ച് ലോഗ് വുഡ് തടയണകൾ നിർമ്മിക്കാം. നീരൊഴുക്കിൻ്റെ ശക്തി കൂടുതലുള്ള തോടുകളിൽ നിശ്ചിത കട്ടിയുള്ള കമ്പികൾ കൊണ്ടുണ്ടാക്കിയ ബ്ലോക്കുകൾക്കുള്ളിൽ പാറക്കല്ലുകൾ നിറച്ചുണ്ടാക്കുന്ന ഗേബിയൻ തടയണകളോ കാട്ടുകല്ല്, കരിങ്കല്ല്, സിമന്റ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച തടയണകളോ ഉണ്ടാക്കാം. പാർശ്വഭിത്തികൾ നീർച്ചാലുകളുടെ അരികുകൾ മണ്ണിടിഞ്ഞ് നികരുന്നത് തടയാനാണ് ചാലുകളുടെ അരികുകളിൽ പാറയോ കല്ലോ അടുക്കി പാർശ്വഭിത്തികൾ നിർമ്മിക്കുന്നത്. കൈത, ഈറ്റ, രാമച്ചം തുടങ്ങിയ സസ്യങ്ങൾ നീർച്ചാലുകളുടെ അരികുകളിൽ വെച്ച് പിടിപ്പിക്കുന്നത് കരയിടിച്ചിൽ തടയാനുള്ള ചെലവ് കുറഞ്ഞ മാർഗമാണ്. ഖയർ ഭൂവസ്ത്രം ഉപയോഗിച്ചും തോടുകളുടെ പാർശ്വങ്ങൾ സംരക്ഷിക്കാം. മഴവെള്ള സംഭരണം ലഭ്യമായ മഴവെള്ളം ശേഖരിച്ച് ഉപയോഗിക്കുന്നത് ജലസ്രോതസ്സുകളെ ആശ്രയിക്കാതെ തന്നെ നിത്യോപയോഗത്തിനുള്ള വെള്ളം കണ്ടെത്തുന്നതിന് സഹായിക്കും. മേൽക്കൂരകളിൽ നിന്നും ഒഴുകി വരുന്ന മഴവെള്ളത്തെ ഫെറോ സിമന്റ് ടാങ്കുകളിൽ സംഭരിച്ചോ കൃഷിയിടങ്ങളിൽ വലിയ കുളങ്ങളിൽ ശേഖരിച്ചോ മഴവെള്ളം പുനരുപയോഗിക്കാവുന്നതാണ്. ഇവ കൂടാതെ മേൽക്കൂരകളിൽ പതിക്കുന്ന മഴവെള്ളത്തെ വലിയ പാത്തികൾ മുഖേന കിണറുകൾക്ക് മുകൾ വശത്തായി കുഴികൾ ശേഖരിച്ച് ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നത് സാധിക്കും. ഇത് ഭൂഗർഭ ജലത്തിനു മേലുള്ള ശോഷണം കുറയ്ക്കുകയും വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്യും. സാക്ഷരതയുടെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ
ബഹുദൂരം മുൻപിൽ നിൽക്കുന്ന നാം ജലസാക്ഷരതയുടെ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ വരും തലമുറയ്ക്ക് കൂടി കരുതി വയ്ക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മണ്ണ്, ജലം ഇവ അമൂല്യമാണ്. ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാന ഘടകങ്ങളായ ഇവയുടെ പൂർണ്ണമായി വിനിയോഗം നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ജലസംരക്ഷണം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകേണ്ടതും സ്വാശ്രയത്വം നമ്മുടെ ലക്ഷ്യമാകേണ്ടതുമായ കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെയും ഭാവി തലമുറകളുടെയും നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ
3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടം ഫോഴ്സ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടം ഫോഴ്സ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടം ഫോഴ്സ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം,
സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.